എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു? ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ? രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ? എന്തിനാണ് ഈ KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിന് വളരെ ലളിതമായ ഉത്തരം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു സാധ്യതയില്ല. അതായത് ഈ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിലും കർണാടകത്തിലും തെലുങ്കാനയിലും ഒക്കെ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ വേരോട്ടമില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഇനി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ വളരെ ബുദ്ധിമാന്മാരാണ്. അവരതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരിക്കലും ഇന്ത്യ ഭരിക്കാൻ കഴിയുകയില്ല എന്നും രാഹുൽ ഗാന്ധി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയില്ല എന്നും ഉള്ളൊരു ബോധ്യം ഈ KC വേണുഗോപാലിനെ വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായി ഇരുന്നത് കൊണ്ട്, AICC ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇവിടെ കോൺഗ്രസ് അസ്തമിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ഒരു പ്രദേശത്തും കോൺഗ്രസ് ഇല്ല. അതുകൊണ്ട് ഇനി തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പദവി കേരള മുഖ്യമന്ത്രിയാകുക. അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോഴെന്നുള്ളതാണ് KC വേണുഗോപാൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കാരണം കോൺഗ്രസ് ഇവിടെ ഇല്ല, വളരെ ചുരുക്കം. ഇവിടെ സമാജ്വാദി പാർട്ടിയാണ് ഉള്ളത്, BJP ആണ്, സമാജ്വാദി പാർട്ടിയാണ്, പിന്നെ മായാവതിയുടെ പാർട്ടിയുണ്ട്. എങ്കിലും അത് ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇനി ബീഹാറിലേക്ക് ചെന്നാൽ ബീഹാറിൽ കോൺഗ്രസ് പാർട്ടി ഇല്ല. ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് ചെന്നാൽ അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ല. മമതാ ബാനർജിയുടെ പാർട്ടി ഏതാണ്ട് തീരുമാനമായി. ഈ 5 വർഷത്തെ BJPയുടെ ഭരണം കഴിയുമ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടി അവിടെ ബിഗ് സീറോ ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ എങ്ങനെ തകർന്നു പോയോ അതുപോലെ ഈ പാർട്ടിയും തകർന്നു പോകും. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നല്ലൊരു ശതമാനം MLA-മാരും MP-മാരും രാഷ്ട്രീയ നേതാക്കന്മാരും BJPയിലേക്ക് ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലോ ഉത്തർപ്രദേശിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഈ പ്രദേശങ്ങളിലൊന്നും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇനി കോൺഗ്രസ്സിനൊരു സാധ്യതയില്ല. കോൺഗ്രസ് ഒരിക്കൽ പോലും ഇനി അധികാരത്തിൽ വരില്ല. ആ ഒരു ബോധ്യം KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾക്കുണ്ടായി. ഇനി തൻ്റെ ഒരു ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യമല്ല എന്നും രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കില്ല എന്നും കോൺഗ്രസ്സിന് അധികാരത്തിലെത്താനായിട്ട് കഴിയില്ല എന്നും ഉത്തമ ബോധ്യം KC വേണുഗോപാലിന് വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായ കാര്യമാണ്. പല ആളുകൾക്കും ചോദിക്കുന്ന ചോദ്യമാണ്, പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പരിശ്രമിക്കുന്നത് ചോദിച്ചാൽ ഇനി അദ്ദേഹത്തിന് വേറൊരു പൊസിഷൻ കിട്ടാൻ പോകുന്നില്ല. അതാണ് എന്തെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. പിന്നെ ഇത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇനി ഏതാണ്ട് ഒരു 50 വർഷത്തേക്ക് നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും ഇപ്പം നരേന്ദ്രമോദി കഴിഞ്ഞാൽ അമിത്ഷാ അധികാരത്തിലേക്ക് വരും. ഇനി അമിത്ഷാ വന്നില്ലെങ്കിൽ പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ളയാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി യോഗി ആദിത്യനാഥ് വരും.
അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം നടക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്ന മുസ്ലിം വോട്ടുകളാണ്. ആ മുസ്ലിം വോട്ടുകളെ മാത്രം ലക്ഷ്യമിടുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളാണ്, മുസ്ലിം വോട്ടുകളെ മാത്രം ലക്ഷ്യമിടുമ്പോൾ 79 അതായത് ഏതാണ്ട് 80% ഇന്ത്യയിലെ ജനങ്ങളും ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദുക്കളിൽ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുക്കളുടെ പാർട്ടി BJP ആണ് എന്നൊരു ധാരണയും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വില കൊടുത്തും ഒരു ഹിന്ദു പാർട്ടിക്ക് മാത്രമേ, അതായത് ഹിന്ദുക്കൾ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളൂ. അതുകൊണ്ട് ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, 1-2 തെരഞ്ഞെടുപ്പോടെ കഴിയുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു, സോണിയാഗാന്ധിയുടെ സമയം കഴിഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ സമയം കഴിഞ്ഞു. 56 വയസ്സുണ്ട് രാഹുൽ ഗാന്ധിക്ക്. ഇത് കഴിയുമ്പോഴത്തേക്കും ഈ പാർട്ടിയുടെ അവസ്ഥ ഇത് ഇല്ലാതെ പോകും. അപ്പോൾ ഏതാണ്ട് ഒരു 25-30 വർഷം മുമ്പോട്ട് പോയാൽ കോൺഗ്രസ് മുക്തമായ ഒരു ഭാരതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോൺഗ്രസ് ഇവിടുന്ന് മുക്തമാകുകയും BJP ഇവിടെ അധികാരത്തിൽ വരികയും എല്ലാ സ്റ്റേറ്റുകളിലും BJP അധികാരത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു ദേശീയ നേതൃത്വം, ഒരു നേതാവ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതിന് വേണ്ടി പ്രയത്നിക്കേണ്ട ഈ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് വാശി പിടിക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി കേന്ദ്രത്തിൽ കോൺഗ്രസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ആകെപ്പാടെ ഈ KC വേണുഗോപാലിന് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവി കേരള മുഖ്യമന്ത്രി എന്നുള്ളൊരു പദവിയായിരിക്കും. അതുകൊണ്ടാണ് ഈ KC വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം എന്ന് പരിശ്രമിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് തകരുന്നു. ഇനി ഒരു അധികാരത്തിലേക്ക്, സംസ്ഥാനങ്ങളിലല്ല കേന്ദ്രത്തിലൊരു അധികാരത്തിലേക്ക് കോൺഗ്രസ് വരികയില്ല എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ കോൺഗ്രസ്സിലുള്ള വലിയ നേതാക്കന്മാരൊക്കെയും BJPയിലേക്ക് ചേരുകയും അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസരം ഏറ്റവും നല്ല അവസരമാണ് മുഖ്യമന്ത്രിയാകാനെന്ന് KC വേണുഗോപാലിന് ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയാകാൻ പരിശ്രമിക്കുന്നത്.